എല്ലാവർക്കും നമസ്കാരം. 2025 ജൂൺ 12. ഇനി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 12 ആകാശ ദുരന്തത്തിൻ്റെ ഓർമ്മകളാണ്. ഈ ആകാശ ദുരന്തം, പ്ലെയിൻ ക്രാഷ്, പ്ലെയിൻ അപകടം മനുഷ്യജീവന് യാതൊരു സാധ്യതകളും തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്ത സംഭവമാണ്. ഭാഗ്യത്തിൻ്റെ അകമ്പടിയിൽ മാത്രം രക്ഷപ്പെടുന്ന വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രം. മറ്റേത് അപകടങ്ങളിലും കുറേ പേരൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആകാശ ദുരന്തങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഈ വിമാനം, ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പണ്ട് ഞാൻ പോയിട്ടുണ്ട്. 2019 മറ്റാണ്. എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഫാദർ മരിച്ചിട്ട് ഗുജറാത്തിലേക്ക് പോയപ്പോൾ അഹമ്മദാബാദിലാണ് ഇറങ്ങിയത്. ഇന്ന് ആ വിമാനത്താവളത്തിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ വിമാനം ഉയർന്ന ആ സമയത്ത് തന്നെ എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടായിരുന്നു. അതിക്ക് മുൻപേ ഈ വിമാനത്തിന് തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇപ്പോൾ സാമൂഹിക മാധ്യമമായിട്ടുള്ള എക്സിൽ ആകാശ് വസ്ത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ വിമാനത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് തകർന്ന ഈ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് മണിക്കൂറുകൾക്ക് മുന്നേ, ഈ അപകടത്തിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുൻപ് യാത്ര ചെയ്തപ്പോൾ കണ്ട ചില സംഭവങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ AC വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ ഉഷ്ണിച്ച് പത്രം കൊണ്ടോ ഷീറ്റ് കൊണ്ടോ ബുക്ക് കൊണ്ടൊക്കെ അത് വീശിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സീറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള മറ്റ് എൻ്റർടൈൻ സിസ്റ്റങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഫോൺ എടുക്കുമ്പോൾ അത് പ്രശ്നമാകുന്നു. അങ്ങനെ ഈ വിമാനത്തിന് വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അസാധാരണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് ഇന്ത്യൻ എയർലൈൻസിനെ അറിയിക്കും. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. എന്താണ് ഈ വിമാനം ഇങ്ങനെ അനുഭവപ്പെടുന്നത്? ഇത് മനസ്സിലാക്കുന്നത് ഇതെന്താണ്, ഇതിക്ക് മുൻപും ഈ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ ദുരന്തത്തിൽപ്പെട്ട ആ ജീവനുകളുടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഓരോ യാത്രകളും നമ്മുടെ പ്രതീക്ഷകളാണ്. അത് കാറിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, എല്ലാ യാത്രകളിലും നമ്മളൊക്കെ വിശ്വാസികൾ പ്രാർത്ഥിച്ചിറങ്ങും. അല്ലെങ്കിൽ തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് നമ്മൾ ഓരോ യാത്രയ്ക്ക് ഒരുങ്ങുക. യാത്രയ്ക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, പ്രതീക്ഷകളാണ്. ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ മുന്നിൽ നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആർക്കെങ്കിലും മുന്നിലേ വരാൻ പോകുന്നത് അപകടമാണ് എന്നുള്ള ഹിന്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച്. അയ്യർ ദി ഗ്രേറ്റ് എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് 6th സെൻസ്. അല്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? പ്രത്യേകിച്ച് ഈ വിമാന ദുരന്തങ്ങൾ മനുഷ്യജീവനുകൾക്ക് യാതൊരു എന്താ പറയുക, വല്ലവരും രക്ഷപ്പെടുക ഒരു പ്രതീക്ഷയില്ല. ഇന്ന് ആ ഒരു മനുഷ്യൻ ഭാഗ്യത്തിൻ്റെ അകമ്പടിയിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, 242 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എന്ത് ഭാഗ്യവാനാണ്. മരിച്ച ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്താണ് ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളാണ് ആ വിമാന ദുരന്തത്തിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നത്. എല്ലാ മരണപ്പെട്ടവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. We are almost about to taxi, but this AC is not working. Look at everyone, and it's so many people. They are using these magazines. AC is not working at all. And as usual, your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. Nothing. Not even the light is working. See, is this what you are providing? And as usual, that is why Air India is considered as one of the worst airlines in the world. AC is still not working, and today it is very, very, very hot in Delhi. See, and it's a Dreamliner 787. See, I'm sweating like hell. And we are here for the last 15 minutes. Nothing happening. Remote isn't working. Nothing is working. I don't know. And as usual, the map, the in-flight entertainment is not working. Leave in-flight entertainment. If I talk about this light, it is also not working. If I press this cabin crew button,